4th സെമസ്റ്റർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ എന്ന പേപ്പറിലെ സെക്കൻഡ് മൊഡ്യൂൾ കൺസോളിഡേഷൻ ഓഫ് ബ്രിട്ടീഷ് എംപയറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായ വെസ്റ്റേൺ ഐഡിയോളജീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ മൊഡ്യൂളിൽ ഫസ്റ്റ് പറയുന്നത് കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം ആണ്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനുമേൽ സാമ്പത്തികമായോ രാഷ്ട്രീയമായോ ചൂഷണം ചെയ്യുന്നതിനെയാണ് കൊളോണിയലിസം എന്ന് പറയുന്നത്. ഒന്നിലധികം രാജ്യങ്ങൾ മറ്റൊരു രാജ്യത്തിനെ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക ചൂഷണം ചെയ്യുന്നതിനെയാണ് ഇമ്പീരിയലിസം അഥവാ സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 19th സെഞ്ച്വറിയിലെല്ലാം ഏഷ്യൻ മൈനറിലുള്ള രാജ്യമായ ഇരുണ്ട ഭൂഖണ്ഡം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആഫ്രിക്കയിൽ ഒന്നിലധികം യൂറോപ്യൻ രാജ്യങ്ങൾ വന്ന് കോളനികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇമ്പീരിയലിസത്തിന് വലിയൊരു ഉദാഹരണമാണ്. ഈ ചാപ്റ്ററിൽ പ്രധാന തീം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഐഡിയോളജീസ് ആണ്. വെസ്റ്റേൺ ഐഡിയോളജീസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനുമേൽ സൈനിക ബലം ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ച് കീഴടക്കുന്നു. ശേഷം അധിക കാലമൊന്നും അവർക്ക് ഭരിക്കാൻ കഴിയില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോളനികൾ നിലനിർത്തിയിരുന്ന രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. 1757 പ്ലാസി യുദ്ധം കഴിഞ്ഞ ശേഷം 1947 വരെയും ബ്രിട്ടൻ ഇന്ത്യ ഭരിച്ചു. 200 വർഷത്തോളം കാലം ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. കൊളോണിയൽ ഭരണമെല്ലാം അവസാനിക്കുന്ന സമയത്ത് ടോട്ടൽ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്ക് മടങ്ങുന്നത്. കോളനൈസേഷൻ എന്ന ഈ ഒരു പ്രോസസ്സിനെ ന്യായീകരിക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന ഒരുപാട് വാദങ്ങളുണ്ട്. അതിനെയാണ് വെസ്റ്റേൺ ഐഡിയോളജീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇമ്പീരിയലിസ്റ്റ് ഐഡിയോളജീസിന് ചില എക്സാമ്പിൾസ് ആണ്. ഓറിയൻ്റൽ ഡെസ്പോട്ടിസം, മാനിഫെസ്റ്റ് ഡെസ്റ്റിനി, വൈറ്റ് മാൻസ് ബർഡൻ, ഇവാഞ്ചലിക്കൽസ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇവയിൽ ആദ്യത്തേതാണ് ഓറിയൻ്റൽ ഡെസ്പോട്ടിസം. അതായത് ഏഷ്യൻ രാജ്യങ്ങളെ യൂറോപ്യന്മാർ വിശേഷിപ്പിച്ചതാണ് ഓറിയൻ്റൽ കൺട്രീസ് എന്ന്. ഏഷ്യയിലുണ്ടായിരുന്ന ഭരണവ്യവസ്ഥയെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് ഓറിയൻ്റൽ ഡെസ്പോട്ടിസം എന്ന ഈ ഒരു തിയറി അവതരിപ്പിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഏഷ്യൻ വൻകരയിൽ ഡെസ്പോട്ടിക് റൂളായിരുന്നു. അതായത് സ്വേച്ഛാധിപത്യ ഭരണ വ്യവസ്ഥയായിരുന്നു. സ്വേച്ഛാധിപത്യ ഭരണം കൊണ്ട് തന്നെ ഏഷ്യൻ കൺട്രീസിൽ ഒരു പ്രൊഡക്ഷനും ഉണ്ടായിരുന്നില്ല. ഉയർന്ന വംശമായി അംഗീകരിക്കപ്പെടുന്ന യൂറോപ്യന്മാരുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് യൂറോപ്യൻ ഇതര രാജ്യങ്ങൾ കൂടി സിവിലൈസ്ഡ് ആക്കി മാറ്റുക എന്നത്. അവർ വെൽ സിവിലൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഏഷ്യൻ രാജ്യങ്ങൾ കൂടെ സിവിലൈസ്ഡ് ആക്കേണ്ടതുണ്ട് എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായാണ് അവർ ഏഷ്യയിലേക്ക് എത്തുന്നതും കോളനിയാക്കി മാറ്റുന്നതുമെല്ലാം. യൂറോപ്യൻ നാഗരികത മറ്റു സംസ്കാരങ്ങളെ അപേക്ഷിച്ച്, അതായത് ഇന്ത്യയിൽ ഇന്ത്യൻ സിവിലൈസേഷനാണ്, ചൈനയിൽ ചൈനീസ് സിവിലൈസേഷനാണ്, ഇതിനേക്കാളെല്ലാം എത്രയോ മികച്ചതാണ് യൂറോപ്യൻ സിവിലൈസേഷൻ എന്നിവർ പറയുന്നു. ഇന്ത്യക്കാരേക്കാൾ സ്ട്രോങ്ങും അവർ വെൽ സിവിലൈസ്ഡ് ആണെന്നും കാണിക്കാൻ കൂടെ അവർ ഈ ഒരു തിയറി ഉപയോഗിച്ചിരുന്നു. അടുത്ത ഐഡിയോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ വൈറ്റ് മാൻസ് ബർഡൻ. 1899 ലണ്ടനിൽ വെച്ച് ദ ടൈംസ് എന്ന് പറയുന്ന മാഗസിനിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള കവിതയുടെ ടൈറ്റിലാണ് വൈറ്റ് മാൻസ് ബർഡൻ എന്ന് പറയുന്നത്. ബ്ലാക്കിഷ് ആയിട്ടുള്ള ഏഷ്യൻ വൻകരയിലുള്ള ആളുകളെ സിവിലൈസ്ഡ് ആക്കി മാറ്റാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളവരാണ് വെള്ളക്കാർ എന്നാണ് റൂഡിയാർഡ് കിപ്ലിംഗ് പറയുന്നത്. വെള്ളക്കാരല്ലാത്ത ആളുകൾക്ക് ഭരണം നടത്താൻ കഴിവില്ല എന്നും വെള്ളക്കാരുടെ ഭരണത്തിന് കീഴിൽ കഴിയേണ്ടവരാണ് ബ്ലാക്കിഷ്, അതായത് ഏഷ്യൻ കൺട്രീസിലുള്ള പീപ്പിൾസ് എന്നുമാണ് കിപ്ലിംഗ് അദ്ദേഹത്തിൻ്റെ ഈ കവിതയിലൂടെ പറയുന്നത്. യൂറോപ്പിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള കൺട്രീസിനെ ഓറിയൻ്റൽ കൺട്രീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓറിയൻ്റൽ കൺട്രീസിനെ പറ്റിയുള്ള പഠനമാണ് ഓറിയൻ്റലിസം. ഈ രാജ്യങ്ങളെപ്പറ്റി പഠിക്കുന്നവരെ ഓറിയൻ്റലിസ്റ്റ് എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. 1978 അമേരിക്കൻ പണ്ഡിതനായ എഡ്വേർഡ് സേദർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ബുക്കാണ് ഓറിയൻ്റലിസം എന്നത്. ഈ ബുക്കിൽ ഓറിയൻ്റലിസം എന്താണെന്ന് വളരെ നന്നായി തന്നെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയെ പറ്റി പഠിക്കുന്നവരെ ഇൻഡോളജിസ്റ്റ് എന്നും ഇന്ത്യയെ പറ്റി പഠിക്കുന്ന പഠനത്തിന് ഇൻഡോളജി എന്നുമാണ് അറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇവാഞ്ചലിക്കൽസ് ആണ്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന സമയത്ത് ഒരുപാട് പേര് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ധാരാളം ക്രിസ്ത്യൻ ചർച്ചുകളും ഇന്ത്യയിൽ ഉടനീളം അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും ക്രിസ്ത്യാനിറ്റി വ്യാപിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. രണ്ട് വിഭാഗക്കാരായിരുന്നു ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്നത്.
ഒന്ന് ഇന്ത്യയിൽ ഭരണം നടത്താനുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരും രണ്ടാമത്തേത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഇവരാണ് പ്രധാനമായും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചത്. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഇവർ ഇവാഞ്ചലിക്കൽസ് എന്നൊരു തിയറി യൂസ് ചെയ്യുന്നത്. 1784 സർ വില്യം ജോൺസ് കൽക്കട്ടയിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ടുള്ള ഇന്ത്യൻ സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്നതായിരുന്നു. ഇത്രയുമാണ് വെസ്റ്റേൺ ഐഡിയോളജീസിൽ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന